ചാലക്കുടി നഗരസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനപ്രതിനിധികൾക്കായി ക്രാക്ട് തയ്യാറാക്കിയ ദിശ വികസന പത്രം പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MG ബാബു ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിലിന് നൽകി പ്രകാശനം നിർവഹിച്ചു. നഗരത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള നിർദ്ദേശങ്ങളാണ് ദിശ വികസന പത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാലക്കുടി നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് മുമ്പാകെ ചാലക്കുടിയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്രാക്ട് ദിശ വികസന പത്രം പ്രകാശനം ചെയ്തു. ചാലക്കുടിയിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും നഗരവികസനത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചാണ് പത്രം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമുക്കറിയാം, നല്ലൊരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നമ്മളൊക്കെ എന്നറിയാം. ക്രാക്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. മുഴുവൻ സ്ഥാനാർത്ഥികളും ജനാധിപത്യത്തിൽ മത്സരിച്ച് വിജയിക്കണം. വിജയിച്ചു വരുമ്പോൾ ജാതി ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ അവർ നമ്മുടെ സമൂഹത്തിനായി പ്രവർത്തിക്കാനായിട്ട് അവർക്ക് കഴിയണം. നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയണം. അതിനൊരു ആശയം നല്ലൊരു നേതൃത്വത്തിന് നൽകാവുന്ന ക്രാക്ടിൻ്റെ ദൃഷ്ടിയിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽപ്പെട്ട ഏതാനും വികസന രേഖ അല്ലെങ്കിൽ വികസനം, നമുക്ക് ചാലക്കുടിക്ക് അടുത്ത 5 വർഷം വേണ്ട വികസനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന പത്രികയുടെ പ്രകാശനമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. തെരുവ് നായ ശല്യം, പോട്ട സുന്ദരിക്കവലയിലെ അപകടക്കെണി, കലാഭവൻ മണി പാർക്ക് വികസനം തുടങ്ങിയവയ്ക്കൊപ്പം നിർമ്മാണം പൂർത്തീകരിച്ച നോർത്ത് ബസ് സ്റ്റാൻഡ് അടക്കം തുറന്നു കൊടുക്കുന്നത് സംബന്ധിച്ചും പത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമ്പോൾ നഗരത്തിന്റെ വികസനത്തിനായി പത്രികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പോൾ പാറയിൽ, സെക്രട്ടറി PD ദിനേശൻ, ലൂയിസ് മേലെപ്പുറം, സുന്ദർദാസ് തുടങ്ങിയവരും സംബന്ധിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.